ആയതുകൊണ്ടാണ് ഇന്നത്തെ അമേരിക്ക അവിടെ നിലനിൽക്കുന്നത്. ഇന്നത്തെ അമേരിക്കക്കാരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖമെന്ന് പറയുന്നത്, അവന്റെ ആസ്വാദനമെന്ന് പറയുന്നത്, അന്ന് അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന ആദിമവർഗത്തിന്റെ ചോരയിൽ നിന്നും നീരിൽ നിന്നും വളർന്നു വന്നിരിക്കുന്ന സമ്പന്നത ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് അമേരിക്കക്കാരൻ സുഖിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചിദംബരത്തിന്റെ പ്രചോദനം എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ ലോകം ആദരിക്കാറുള്ള ഒരു മഹാനാണ്. അദ്ദേഹം ബ്രിട്ടന്റെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത്, അന്ന് നമുക്കറിയാം ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളിൽ, ഇന്ത്യയുൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടന്റെ ആധിപത്യത്തിലായിരുന്നു. അന്ന് ചില അറബ് രാജ്യങ്ങളുടെ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടനെതിരെ അതിശക്തമായ പ്രതിരോധം തീർത്ത കാലത്ത് അവിടെയുള്ള സൈനികർ അവരുടെ മേധാവിയായ വിൻസ്റ്റൺ ചർച്ചിലിനോട് അനുവാദം ചോദിച്ചു, ഞങ്ങൾക്കിവിടെ നിൽക്കപ്പൊറുതിയില്ല, ഇവിടെയുള്ള ഈ അറബ് ആദിമ ഗോത്രങ്ങളോട് പിടിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാകുന്നില്ല, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് അനുവാദം തരണം, രാസായുധം പ്രയോഗിച്ചുകൊണ്ട്. ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ സദ്ദാം ഹുസൈനെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്ന ഏറ്റവും വലിയ കുറ്റങ്ങളിൽ ഒന്നായിരുന്നു കുർദുകൾക്കെതിരെ അദ്ദേഹം രാസായുധം പ്രയോഗിച്ചു എന്നുള്ളത്. 1940കളിലാണ് അറേബ്യയിലെ ഗോത്രവർഗക്കാർക്കെതിരെ രാസായുധം പ്രയോഗിക്കുവാൻ വിൻസ്റ്റൺ ചർച്ചിലിനോട് അനുവാദം ചോദിക്കുകയാണ്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നു, കാരണം പ്രാകൃതരായ ഈ വിഭാഗങ്ങൾക്കെതിരെ രാസായുധം പ്രയോഗിക്കുന്നതിൽ ഏതെങ്കിലും മനസ്സാക്ഷിക്കുത്തിന്റെ പ്രശ്നമുണ്ടാകേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ മനുഷ്യരോടാണ് സംസാരിക്കേണ്ടത്. ഇത് ആദിമവർഗങ്ങളെ മനുഷ്യരാക്കി മാറ്റിയതിന്റെ മറ്റൊരു രീതിയായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ആദിമവർഗങ്ങളെ തുടച്ചു മാറ്റുവാനുള്ള ആസൂത്രിതമായ നീക്കം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭീകര വേട്ടയുടെ മറവിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കഥകൾ ഞാൻ നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. അവസാനം അതിവിടെ എത്തി നിൽക്കുകയാണ്. സ്വന്തം പേര് പറയുന്നത് പോലും ഒരു മഹാരാഷ്ട്രീയ പ്രവർത്തനമായി കാണുകയാണ് നമ്മുടെ ഒരു സിനിമാ നടൻ. മൈ നെയിം ഈസ് ഖാൻ എന്ന് പേരിട്ടുകൊണ്ടൊരു സിനിമ ഇറക്കുന്നത്, ഞാനൊരു മുസ്ലിം പേര് വഹിക്കുന്നവനാണ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ മഹാവിപ്ലവമാണ് എന്ന് ചിന്തിക്കുന്നു ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ഇന്ത്യ ആദരിക്കുന്ന നടൻ. സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഷാരൂഖ് ഖാൻ സംസാരിക്കുന്നത്. ഷാരൂഖ് ഖാനിന്റെ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള NP ഹാഫിസ് മുഹമ്മദ് ലേഖനം എഴുതുകയാണ്, ഇന്റർവ്യൂ നൽകുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എന്റെ കഥയാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം മൈ നെയിം ഈസ് ഹാഫിസ് മുഹമ്മദ് എന്നൊരുപാട് വട്ടം പറയേണ്ടി വന്ന ദുർഗതി അനുഭവിച്ചിട്ടുള്ളവനാണ് ഞാൻ എന്ന് ഹാഫിസ് മുഹമ്മദ് പറയുകയാണ്. ആരാണ് NP ഹാഫിസ് മുഹമ്മദ്? അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനല്ല, ഏതെങ്കിലും മതസംഘടനയുടെ വക്താവല്ല. അദ്ദേഹത്തിന്റെ പേര് ഹാഫിസ് മുഹമ്മദായി പോയി എന്നതിന്റെ പേരിൽ അദ്ദേഹം വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം എവിടെ എത്തിയിരിക്കുന്നു? ലോകം ആദരിക്കുന്ന കലാകാരനായ MF ഹുസൈൻ സ്വന്തം രാജ്യത്തോട് സലാം പറഞ്ഞ് പിരിയേണ്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുക്കത്തിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു? നമ്മുടെ രാജ്യം ആ അഭിമാനപൂർവ്വം കൊണ്ടു നടന്നിരുന്ന ഒരു കളിക്കാരിയുണ്ടല്ലോ, സാനിയ മിർസ. ഇന്നലെ വരെ നമ്മുടെ അഭിമാന താരമായിരുന്നു. അഭിമാന താരമായതിന് പിന്നിൽ പല രഹസ്യങ്ങളുമുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ആ സാനിയ മിർസ സ്വന്തം വിവാഹത്തിനു വേണ്ടി സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നിരിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യമുള്ളത്. ഈ സംഭവം നടക്കുന്നു എന്നതിനേക്കാൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നത് ഇവിടെ തളം കെട്ടി നിൽക്കുന്ന മൗനമാണ്. എല്ലാ കാര്യത്തിലും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന, ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങള്, നമ്മുടെ പ്രതികരണ സംവിധാനങ്ങള്, രാഷ്ട്രീയ പാർട്ടികള് എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകേണ്ടതാണ്. ഈ ഒരു മൗനത്തിനിടയിൽ നിന്നുകൊണ്ടാണ് SIO പറയുന്നത് സൈലൻസ് ഈസ് വയലൻസ്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ചുണയുള്ള ക്യാമ്പസിലെ പ്രവർത്തകരാണ്. ഈ ക്യാമ്പസിന്റെ ദൗത്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്.
ഈ കാലഘട്ടത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് രണ്ടക്ഷരം സംസാരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് SIO പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളർന്നു വരേണ്ട വിദ്യാഭ്യാസ വ്യവസ്ഥയെക്കുറിച്ച് SIO ഈ ഒരു കാഴ്ചപ്പാടാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല ചോദ്യം ചോദിക്കേണ്ടവർ. ഇവിടെയുള്ള വിദ്യാഭ്യാസം ഈ വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കേണ്ടത്. അനീതികൾ കാണുമ്പോൾ ശബ്ദിക്കുവാനുള്ള, അക്രമങ്ങൾക്കെതിരെ നെഞ്ചകത്തുനിന്ന് ഉറഞ്ഞുകൂടുന്ന വികാരം മുദ്രാവാക്യമായി പുറത്തു വരേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് തങ്ങൾ വളർത്തിയെടുക്കുക എന്ന ദൗത്യമാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് കൈവരിക്കപ്പെടേണ്ടത് എന്ന് SIO ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങളുണ്ട്, മുദ്രാവാക്യങ്ങളുണ്ട്. വളരെ ശരിയാണ്. മുതിർന്ന ക്യാമ്പസുകളെക്കാൾ താഴെ തട്ടിലാണ് ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചോദ്യം ചോദിക്കുവാനും ഉത്തരം പറയുവാനും മുദ്രാവാക്യം വിളിക്കുവാനും. മറ്റൊക്കെ തൽക്കാലം നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണല്ലോ. നമ്മുടെ നെഞ്ചകത്ത് നിന്ന് ഉയർന്നു വരേണ്ട, മനസ്സിലൂറുന്ന അസ്വസ്ഥത സൃഷ്ടിക്കുന്ന പേശി വലിയിൽ നിന്ന് ഉയർന്നു വരേണ്ട മുഷ്ടികളെ, മുദ്രാവാക്യങ്ങളെ ഇന്ന് നമ്മൾ 2 മാർക്കിനുള്ള അസൈൻമെന്റ് ചോദ്യമാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് മുദ്രാവാക്യങ്ങൾ ജനിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ നിന്നല്ല, മറിച്ച് ലാബർ ഇന്ത്യയുടെ പേജുകളിൽ നിന്നാണ്. കാരണം 2 മുദ്രാവാക്യം എഴുതാൽ 2 മാർക്കാണ് നമുക്ക് കിട്ടാനുള്ളത്. നേരത്തെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അവർ കാണാപ്പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകൻ എന്ന നിലക്ക് തുടക്കത്തിൽ ചോദ്യപേപ്പർ കാണുമ്പോൾ അല്പം ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാമായിരുന്നു. കാരണം നമ്മൾ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വന്ദന ശിവ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നു, അവരോട് ചോദിക്കുവാനുള്ള 5 ചോദ്യങ്ങൾ എഴുതുക, അവർ പറയുവാൻ സാധ്യതയുള്ള ഉത്തരങ്ങളും എഴുതുക. തുടക്കത്തിൽ ആശയക്കുഴപ്പം തോന്നുമായിരുന്നു. കുട്ടി ചോദിക്കേണ്ട ചോദ്യം കുട്ടി എഴുതുന്നു എന്നുള്ളത് ശരിയാണ്. വന്ദനാശിവ പറയാൻ സാധ്യതയുള്ള മറുപടി അവർക്ക് വിട്ടുകൊടുത്തൂടെ എന്നുള്ളൊരു സംശയമൊക്കെ തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പസിൽ നിന്ന് പുറത്ത് കണ്ണോടിക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. കാരണം നമ്മുടെ വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തെയും കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്ന് നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ വരുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. രാവിലെ ഒരു നേരത്തെ പട്ടിണി വിശപ്പടക്കുവാൻ വകയില്ലാതെ എഴുന്നേറ്റ് പല്ലു തേച്ച് പുസ്തകമെടുത്ത് നേരെ കലാലയത്തിലേക്ക്, സ്കൂളിലേക്ക് ഇറങ്ങിപ്പോരുവാൻ വിധിക്കപ്പെട്ട ആദിവാസികളും അല്ലാത്തവരുമായ ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പക്ഷേ എനിക്ക് സംശയമില്ല, അവരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, എന്താണ് ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം? അവരുത്തരം പറയും, അത് ഇസ്ലാമിക ഭീകരതയാണ്. ദ ലൈക്ലി റെസ്പോൺസ്, പറയുവാൻ സാധ്യതയുള്ള ഉത്തരം നമുക്ക് ഊഹിച്ചെടുക്കുവാൻ സാധ്യതയില്ല. സ്വന്തം വയറ് കരിഞ്ഞു കത്തുമ്പോഴും സ്വന്തം പട്ടിണിയെക്കുറിച്ച്, സ്വന്തം രാജ്യത്തുള്ള പട്ടിണിയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഭീകരതയെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനുള്ള പരിശീലനം നമ്മൾ അവർക്ക് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയുള്ള പെൺകുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്താണ് ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം? അവർ പറയും, അത് മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിച്ചു കളയുന്നു എന്നുള്ളതാണ്. ആരാണ് പറയുന്നത്? സ്വന്തം വീട്ടിനകത്തുള്ള സ്വകാര്യ മുറിയിൽ പോലും ഒരത്യാവശ്യത്തിന് കയറിപ്പോകുന്ന ടോയ്ലറ്റിനകത്ത് വച്ച് പോലും വേട്ടയാടപ്പെടുന്ന ഒരു പെണ്ണ് ഇന്ന് പറയേണ്ടി വരുന്നു, ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീ പർദ്ദ ധരിച്ചു കളയുന്നതാണ്. സ്വന്തം ഭർത്താവിന്റെ മൊബൈൽ ഫോണിനെ പോലും പേടിയോടുകൂടി മാത്രം കാണുവാൻ സാധിക്കുന്ന ഒരു സാംസ്കാരിക അവസ്ഥയിലാണ് ഇന്ന് അവൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന,
പൊതുബോധത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ, വ്യത്യസ്തമായ ഉത്തരങ്ങൾ പറയുവാൻ, അവരെ ശീലിപ്പിച്ചെടുക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് SIO എന്ന വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമ്മേളന പ്രവർത്തനങ്ങളുമായാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹാവിപ്ലവത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുവാൻ, ഭാവുകങ്ങളും അർപ്പിക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രമേയ അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി GIO സംസ്ഥാന സമിതി അംഗം സഹോദരി പി റുക്സാനയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. SIO സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചിട്ടുള്ള കാസർഗോഡ് ജില്ലാ പ്രചരണോദ്ഘാടനത്തിന്റെ വേളയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. SIOന്റെ സമരവീര്യവും വിപ്ലവ വീര്യവും നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, യുവത്വം എന്നാൽ അത് ചടുലതയുടേതായിരിക്കണം, ക്രിയാത്മകതയുടേതായിരിക്കണം, വിപ്ലവ വീര്യം നിറഞ്ഞതായിരിക്കണം. അതിന് ഒരു ഉത്തമ മാതൃകയാണ് SIO. മറ്റു വിദ്യാർത്ഥി സംഘടനകളെ അപേക്ഷിച്ച് നമുക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും നിശബ്ദതയെ ഭേദിക്കുകയും ആ തെറ്റിനെതിരെ ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു യുവത്വത്തിന്റെ ധർമ്മം. നമുക്കറിയാം, ഇന്ന് വിദ്യാർത്ഥികൾ രണ്ട് വിഭാഗത്തിലുള്ളവരാണ്. ഒരു വിഭാഗം തീർത്തും അധാർമികമായ രീതിയിൽ സദാചാരത്തിന്റെ സകല സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇന്റർനെറ്റിന്റെയും കഫേയുടെയും ഒരു മാർഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരു വിദ്യാർത്ഥി സംഘം അവർക്ക് ഭാവിയിലേക്കുള്ള തന്റെ സമ്പത്തിന്റെ, ജീവിതത്തിന്റെ സാമ്പത്തികമായ അടിത്തറ ഉറപ്പുവരുത്തുക എന്നതിനു വേണ്ടി പഠിക്കുന്ന ഒരു വിഭാഗം. അത് തെറ്റിച്ചുകൊണ്ട് അതല്ല വേണ്ടത്. മറിച്ച് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനമാണ് അവന്റെ യുവത്വം. അത് എപ്രകാരം അവൻ ചിലവഴിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ ജീവിതം വിജയിച്ചു എന്നത് വളരെ വ്യക്തമായ രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയും മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇടപെടുന്നത് പോലെ അവർക്ക് ആവശ്യമുള്ള പ്രശ്നങ്ങളിൽ മാത്രം ഇടപെടുക, അവർക്ക് പരിക്കേൽക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നൊരു നയമല്ല. മറിച്ച് അത് ആദിവാസി പ്രശ്നമാവട്ടെ, അത് സാമ്പത്തിക പ്രശ്നമാവട്ടെ, സദാചാര പ്രശ്നമാവട്ടെ, അത് രാഷ്ട്രീയ പ്രശ്നമാവട്ടെ, സാമൂഹിക പ്രശ്നമാവട്ടെ, എന്തു തന്നെ ആയാലും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് അതിൽ ഇടപെടാൻ പറ്റുമോ, ഞാൻ ഏതൊരു നിലപാടാണ് അതിന് എടുക്കേണ്ടത് എന്ന ഒരു ദീർഘവീക്ഷണവും വ്യക്തമായ ഒരു യുക്തിബോധവുമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് തീർച്ചയായും SIO. അവരെ അത്തരത്തിൽ വളർത്തുക എന്നതിൽ ജമാഅത്ത് ഇസ്ലാമി വളരെയേറെ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വേളയിൽ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അഥവാ GIOയുടെ എല്ലാവിധ സഹകരണവും അവർക്ക് ഉറപ്പു നൽകുകയും